ഹായ്, ഞാൻ സുബിൻ VR. ഇൻകം ടാക്സുകാർക്ക് നിങ്ങളെക്കുറിച്ച് എന്തൊക്കെ അറിയാം എന്നതിനെക്കുറിച്ച് മുൻപ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇൻകം ടാക്സിലെ പഴയ വെബ്സൈറ്റിൽ 26 AISനെയും കംപ്ലൈൻസ് പോർട്ടലിനെയും അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ ആ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇൻകം ടാക്സിന്റെ പുതിയ വെബ്സൈറ്റ് ആണ്. ഒരുപാട് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. AIS എന്നുള്ള ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് എന്നുള്ള പുതിയ ഫീച്ചർ കംപ്ലീറ്റ്ലി കാര്യങ്ങൾ മാറ്റിമറിച്ചിരിക്കുകയാണ്. കാരണം ഇൻകം ടാക്സുകാർക്ക് നിങ്ങളെക്കുറിച്ച് എന്തൊക്കെ അറിയാം എന്നല്ല, നിങ്ങളത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കുക, ഇൻകം ടാക്സുകാർക്ക് നിങ്ങളെക്കുറിച്ച് എല്ലാം അറിയാം എന്നായിരിക്കും നിങ്ങൾ ആ ഒരു AIS ഫീച്ചർ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ധാരണ. എങ്ങനെയാണ് ഇൻകം ടാക്സുകാർ നിങ്ങളുടെ ഡാറ്റ കളക്ട് ചെയ്യുന്നത്? ഇൻകം ടാക്സുകാർക്ക് പല ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ നിന്നും അല്ലെങ്കിൽ സ്ഥാപനങ്ങളിൽ നിന്നും ഡാറ്റ ലഭിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് ലാൻഡ് ട്രാൻസാക്ഷൻസ്, റിയൽ എസ്റ്റേറ്റ് ട്രാൻസാക്ഷൻസിന്റെ ഡീറ്റെയിൽസ് ലഭിക്കുന്നുണ്ട്. ബാങ്കുകളിൽ നിന്ന് ഫിക്സഡ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ക്യാഷ് ഡെപ്പോസിറ്റ്, ഇൻട്രസ്റ്റ്, TDS അങ്ങനെയുള്ള ഡാറ്റകൾ ബാങ്കിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. എംപ്ലോയറുടെ കയ്യിൽ നിന്ന് സാലറിയുടെ TDS ഡീറ്റെയിൽസ് ലഭിക്കുന്നുണ്ട്. TDS റിട്ടേണുകളിൽ നിന്ന് നിങ്ങളുടെ കമ്മീഷൻ ഇൻകം, പ്രൊഫഷണൽ ഇൻകം അല്ലെങ്കിൽ കോൺട്രാക്ട് ഇൻകം ഇങ്ങനെയുള്ള വിശദാംശങ്ങളെല്ലാം TDS റിട്ടേണുകളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഇതുകൂടാതെ ക്രെഡിറ്റ് കാർഡ് കമ്പനികൾ, NBFCകൾ, നിധി കമ്പനികൾ, ഇങ്ങനെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നിങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഓരോ സ്ഥാപനങ്ങളിൽ നിന്നും നിങ്ങളുടെ വിവരങ്ങൾ കളക്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കളക്ട് ചെയ്തിട്ടുള്ള എല്ലാ വിവരങ്ങളും ക്രോഡീകരിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് പ്രസന്റ് ചെയ്യുന്ന ഒരു ഫോർമാറ്റ് ആണ് ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത്. അതായത് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ നിങ്ങൾ നടത്തിയിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസിന്റെയും ഇൻകം ടാക്സിന് ലഭ്യമായിട്ടുള്ള വിവരങ്ങളെല്ലാം ഒരു സ്ഥലത്ത് ക്രോഡീകരിച്ച് വെച്ചിരിക്കുകയാണ്. അതാണ് ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ്. ഇൻകം ടാക്സിന്റെ പുതിയ വെബ്സൈറ്റിൽ ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ് നമുക്ക് വിസിബിൾ ആവുക, എങ്ങനെയാണത് കാണാനായിട്ട് സാധിക്കുക എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് നോക്കിയതിന് ശേഷം മാത്രം റിട്ടേൺ ഫയൽ ചെയ്യുക. കാരണം ഒരുപാട് ഇൻഫർമേഷൻസ് നിങ്ങളെ പറ്റി ഇൻകം ടാക്സുകാർ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കറക്റ്റ് ആയിട്ട് ഇൻകം ടാക്സ് റിട്ടേണിൽ പ്രസന്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ എല്ലാ വരുമാനങ്ങളും അല്ലെങ്കിൽ എല്ലാ ഇടപാടുകളും നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേണിൽ കാണിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം നിങ്ങളുടെ AIS നോക്കിയതിന് ശേഷം മാത്രം റിട്ടേൺ ഫയൽ ചെയ്യുക. ഒരുപക്ഷെ നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാത്ത ആളാണെങ്കിൽ പോലും നിങ്ങളുടെ AIS ഒന്ന് പരിശോധിക്കുക. നിങ്ങളെക്കുറിച്ച് എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് ലഭ്യമായിരിക്കുന്നത് എന്ന് നോക്കുക. ഉദാഹരണത്തിന് നിങ്ങളൊരു ലാൻഡ് ട്രാൻസാക്ഷൻസ് നടത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ മോർ ദാൻ 10 lakhs ക്രെഡിറ്റ് കാർഡ് പേയ്മെന്റുകൾ നടത്തിയിട്ടുണ്ട്, ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇൻകം ടാക്സുകാർക്ക് ഈ ഒരു ഇൻഫർമേഷൻ അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ മോർ ദാൻ 10 lakhs ക്രെഡിറ്റ് കാർഡ് പേയ്മെന്റ് നടത്തിയിട്ടുള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടായിരിക്കും. അപ്പോൾ ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റിൽ വലിയ വലിയ ട്രാൻസാക്ഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നോട്ടീസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ AIS എങ്ങനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക എന്ന് നമുക്ക് നോക്കാം. മാത്രമല്ല വിശദമായിട്ട് ഓരോ ട്രാൻസാക്ഷൻസ് എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് എന്ന് നമുക്ക് കാണാം. ഇതുപോലെ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട് GSTയുമായി ബന്ധപ്പെട്ട വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. AIS എങ്ങനെയാണ് നമ്മൾ വ്യൂ ചെയ്യുന്നത് എന്ന് കാണുന്നതിന് മുൻപ് AISൽ എന്തൊക്കെ കാര്യങ്ങളാണ് ക്യാപ്ചർ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഷെയർ ട്രേഡിംഗ് ട്രാൻസാക്ഷൻസ്. നിങ്ങളുടെ എല്ലാ ഷെയർ ട്രേഡിംഗ് ട്രാൻസാക്ഷൻസും AISൽ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ സേവിങ്സ് അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ, ദെൻ ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റുകളെല്ലാം ട്രാക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ നടത്തിയിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് ട്രാൻസാക്ഷൻസ് എല്ലാം AISൽ ഉണ്ടായിരിക്കും. മ്യൂച്വൽ ഫണ്ട് ട്രാൻസാക്ഷൻസ്, നിങ്ങൾ സാലറീഡ് ആണ്, നിങ്ങൾ സാലറീഡ് എംപ്ലോയി ആണ്, നിങ്ങൾക്ക് TDS പിടിക്കുന്നുണ്ടെങ്കിൽ സാലറിയുടെ ഡീറ്റെയിൽസ്. ദെൻ ബിസിനസ് ഇൻകം, ഫോർ എക്സാമ്പിൾ നിങ്ങൾ കോൺട്രാക്ട് ബിസിനസ് നടത്തുകയാണ്, അങ്ങനെയാണെങ്കിൽ 194(c) അതിൽ TDS വരുന്നുണ്ടായിരിക്കും. ഇങ്ങനെയുള്ള TDSുമായി ബന്ധപ്പെട്ട എല്ലാ ബിസിനസ് ഇൻകവും നിങ്ങൾക്ക് AISൽ കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ ബിസിനസ് നടത്തുകയാണ് അല്ലെങ്കിൽ നിങ്ങളൊരു പ്രൊഫഷണലാണ്, നിങ്ങൾക്ക് GST രജിസ്ട്രേഷൻ ഉണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ GSTയുടെ ടേൺ ഓവർ നിങ്ങൾക്ക് AISൽ കാണാനായിട്ട് സാധിക്കും. ദെൻ റെൻറ്റ്, കമ്മീഷൻ ഇങ്ങനെയുള്ള വരുമാനത്തിൽ TDS ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ AISൽ അത് കാണാനായിട്ട് സാധിക്കും. ദെൻ പ്രൊഫഷണൽ റെസീറ്റ്സ്, നിങ്ങൾ ഡോക്ടറോ എഞ്ചിനീയറോ മറ്റ് പ്രൊഫഷനാണ്, പ്രൊഫഷണൽ റെസീറ്റ്സിന് നിങ്ങൾക്ക് TDS വരുന്നുണ്ട് എങ്കിൽ AISൽ റിഫ്ലക്റ്റ് ചെയ്യും. ക്യാഷ് ഡെപ്പോസിറ്റ് ടു ബാങ്ക്, ഒരു വർഷത്തിൽ 10 lakhsൽ കൂടുതൽ ക്യാഷ് ഡെപ്പോസിറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് AISൽ കാണാനായിട്ട് സാധിക്കും. ദെൻ ക്യാഷ് വിഡ്രോവൽ, 20 ലക്ഷത്തിൽ കൂടുതൽ വിഡ്രോവൽ ഉണ്ടെങ്കിൽ അതിൽ 194(n) സെക്ഷൻ പ്രകാരം TDS വരുന്നുണ്ട്, നിങ്ങൾക്ക് AISൽ അത് റിഫ്ലക്റ്റ് ചെയ്യും. 10 ലക്ഷം രൂപയിൽ കൂടുതൽ വിലയുള്ള ഒരു പുതിയ വെഹിക്കിള്, ഒരു കാർ നിങ്ങൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് AISൽ അത് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഡിവിഡൻഡ് ലഭിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഏതെങ്കിലും കമ്പനിയിൽ നിന്ന് ഡിവിഡൻഡ് ലഭിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഇൻഷുറൻസ് പേയ്മെൻറ്റ്സ് അല്ലെങ്കിൽ റെസീറ്റ്സ്, അത്
ഒരു ത്രഷോൾഡ് ലിമിറ്റ് കഴിയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ AIS അത് റിഫ്ലക്റ്റ് ചെയ്യും. ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട് 10 lakhs എബോവ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ അത് NRE ഡെപ്പോസിറ്റ്സ് ആണെങ്കിൽ പോലും AIS റിഫ്ലക്റ്റ് ചെയ്യും. നിങ്ങൾ ഫോറിൻ റെമിറ്റൻസ് ഫോറിൻ കറൻസി നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് AIS ഉണ്ടായിരിക്കും. ഇത് മാത്രമല്ല, ഇതൊരു കംപ്ലീറ്റ് ലിസ്റ്റ് ഒന്നുമല്ല, ഇത് ചില AIS ക്യാപ്ചർ ചെയ്യുന്ന ചില ട്രാൻസാക്ഷൻസ് മാത്രമാണ്. ഇതല്ലാതെ തന്നെ മറ്റു പല കാര്യങ്ങളും AIS കാണാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഡിബഞ്ചേഴ്സ് അല്ലെങ്കിൽ ബോണ്ട്, ചില കമ്പനികളുടെ ഡിബഞ്ചേഴ്സ് ബോണ്ട് നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് AIS കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ എവിടെയെങ്കിലും 15G കൊടുത്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ടാക്സ് ഡിഡക്റ്റ് ചെയ്യാതിരിക്കാനായിട്ട് 15G സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും AIS റിഫ്ലക്റ്റ് ചെയ്യും. ഇങ്ങനെ ഒരുപാട് ട്രാൻസാക്ഷൻസ് AIS റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻകം ടാക്സുകാർ നിങ്ങളുടെ സാമ്പത്തിക ചരിത്രവും ഭൂമിശാസ്ത്രവും എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇൻകം ടാക്സുകാർ കഥയും തിരക്കഥയും സംഭാഷണമൊക്കെ എഴുതി നിങ്ങളെ നായകനാക്കിയിട്ട് ഒരു സിനിമ എടുത്തിട്ടുണ്ട് എന്ന് കരുതുക. ആ സിനിമയുടെ പേരാണ് AIS, ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഇൻകം ടാക്സിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ ലോഗിൻ ചെയ്തതിന് ശേഷം സർവീസസ് എന്നുള്ള മെനുവിൽ അവസാനത്തെ ടാബാണ് ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ പുതിയ ഒരു വിൻഡോയിലേക്കാണ് നിങ്ങൾ റീഡയറക്റ്റ് ചെയ്യുന്നത്. അതിൽ സെക്കൻഡ് ടാബ്, ഫസ്റ്റ് വൺ ഇൻസ്ട്രക്ഷൻ ആണ്, നിങ്ങൾക്ക് അതിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിൽ സെക്കൻഡ് ടാബ് AIS ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലായിട്ടുള്ള 2 ഇൻഫർമേഷൻസ് കാണാം. ടാക്സ് പേയർ ഇൻഫർമേഷൻ സമ്മറി, ഒരു സമ്മറി രൂപത്തിൽ നിങ്ങൾക്ക് TIS എന്നുള്ളൊരു ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ നിങ്ങളുടെ ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഫിനാൻഷ്യൽ ഇയർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. പ്രസൻ്റ്ലി 2020-21 മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിത് PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളുടെ TIS-ഉം AIS-ഉം സമ്മറി സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ആ PDF ഫയൽ പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആണ്. അതിൻ്റെ ഓപ്പൺ ചെയ്യാനുള്ള പാസ്വേഡ് നിങ്ങളുടെ പാൻ നമ്പർ ക്യാപിറ്റൽ ലെറ്ററിൽ അടിച്ചു കൊടുത്തിട്ട് ഫോളോഡ് ബൈ യുവർ ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് 1/1/1981 ആണെന്നുണ്ടെങ്കിൽ 01/01/1981 വിത്തൗട്ട് / കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 01/01/1981 കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഫയൽ ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തൊക്കെയാണ് TIS-ൽ ഉള്ളത്, എന്തൊക്കെയാണ് AIS-ൽ ഉള്ളത് എന്ന് നമുക്ക് PDF ഫയൽ ഓപ്പൺ ചെയ്തതിന് ശേഷം നോക്കാം. അപ്പോൾ നമ്മളുടെ AIS-ൻ്റെ സിനിമ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒരു സാധാരണ സിനിമ തുടങ്ങുന്നത് പോലെ തന്നെ നിങ്ങളുടെ പേര്, അഡ്രസ്സ്, പാൻ നമ്പർ, മൊബൈൽ നമ്പർ, അങ്ങനെ പേര് എഴുതി കാണിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. നമുക്ക് ബാക്കി ഡീറ്റെയിൽസിലേക്ക് കടക്കാം. പാർട്ട് B1 എന്നുള്ളൊരു ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു TDS, ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ് അല്ലെങ്കിൽ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. അപ്പോൾ TDS-നെ കുറിച്ചാണ് ആദ്യം പറയുന്നത്. അതിൽ ഡിവിഡൻഡിൽ ഡിഡക്റ്റ് ചെയ്തിട്ടുള്ള പവർ ഗ്രിഡ് കോർപ്പറേഷനിൽ ഡിവിഡൻഡിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഡിവിഡൻഡിൽ TDS-ൻ്റെ ഡീറ്റെയിൽസ്, ഏത് ഡേറ്റ് ആണെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. ദെൻ ബിസിനസ് റെസീറ്റ്സ്, അദ്ദേഹത്തിന് കമ്മീഷൻ ലഭിക്കുന്നുണ്ട്. അപ്പോൾ കമ്മീഷൻ എവിടെ നിന്നാണ്? ഏഞ്ചൽ ബ്രോക്കിങ്ങിൽ നിന്നാണ് കമ്മീഷൻ ലഭിക്കുന്നത്. ഓരോ ഡേറ്റിലും ലഭിച്ച കമ്മീഷൻ എത്രയാണ്, അതിൽ ഓരോന്നിലും TDS എത്ര ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. ക്യാഷ് വിഡ്രോവൽ ഉണ്ട്, അത് ഫെഡറൽ ബാങ്കിൽ നിന്നാണ് ക്യാഷ് വിഡ്രോവൽ. ടോട്ടൽ 7,77,100 അടുത്ത് ക്യാഷ് വിഡ്രോവൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസുകൾ, ക്യാഷ് വിഡ്രോവലിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. അതിൽ ഇനി കാണിക്കുന്നത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ദിവസവും എത്ര ക്യാഷ് വിഡ്രോ ചെയ്തിട്ടുണ്ട്, അതിന് എഗെയിൻസ്റ്റ് എത്ര TDS പിടിച്ചിട്ടുണ്ട്, അത്ര ഡീറ്റെയിൽ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ആണ് ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കുന്നത്. മൊത്തം 110 ട്രാൻസാക്ഷൻസ് ഉണ്ട്. അതിന് ശേഷം ഔട്ട്വേർഡ് ഫോറിൻ റെമിറ്റൻസ്, പർച്ചേസ് ഓഫ് ഫോറിൻ കറൻസി പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അത് ഏത് ഡേറ്റിൽ പർച്ചേസ് ചെയ്തു, ഏത് ബാങ്കിൽ നിന്നാണ്, ICIC ബാങ്കിൽ നിന്നാണ്. അപ്പോൾ റെമിറ്റൻസ് LRS സ്കീമിലാണത് റെമിറ്റൻസ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അടുത്ത ഇൻഫർമേഷൻ പാർട്ട് B2, ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു സ്പെസിഫൈഡ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ, SFT ട്രാൻസാക്ഷൻസ് ആണ്. അതിൽ ഡിവിഡൻഡ് വന്നിട്ടുണ്ട്. ഡിവിഡൻഡ് ഇൻഫർമേഷൻസ് ആണ് ആദ്യം വന്നിരിക്കുന്നത്. ഡിവിഡൻഡ് ഇൻകത്തിനെ കുറിച്ചാണ്. പവർ ഗ്രിഡ് കോർപ്പറേഷൻ, കോൾ ഇന്ത്യ, ദെൻ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഇങ്ങനെയുള്ള കമ്പനികളിൽ നിന്ന് കിട്ടിയ ഡിവിഡൻഡിൻ്റെ ഏത് ഡേറ്റിൽ ഡിവിഡൻഡ് കിട്ടി എന്നൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഫ്രം സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ഇൻട്രസ്റ്റിൻ്റെ ഡീറ്റെയിൽസ്, അത് ഇത് ഫെഡറൽ ബാങ്കിൽ നിന്ന് 17,000 അടുത്ത് ലഭിച്ചിട്ടുണ്ട്, ICIC ബാങ്കിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഇങ്ങനെ
പല ബാങ്കുകളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഇൻട്രസ്റ്റ് ഫ്രം ഡെപ്പോസിറ്റ്സ്, ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഇൻട്രസ്റ്റിൻ്റെ ഡീറ്റെയിൽസ്, ഏത് ഡേറ്റിലാണ് ലഭിച്ചിരിക്കുന്നത്, ഏത് അക്കൗണ്ട് നമ്പർ ആണ് എന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അടുത്തത് സെയിൽ ഓഫ് സെക്യൂരിറ്റീസ് ആൻഡ് യൂണിറ്റ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ടുകൾ അല്ലെങ്കിൽ ഷെയർ ട്രേഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട മ്യൂച്വൽ ഫണ്ട് ട്രാൻസാക്ഷൻസിനെ പറ്റിയിട്ടാണ് അടുത്ത ഇൻഫർമേഷൻ. 43 ട്രാൻസാക്ഷൻസ് ഉണ്ട്, 30 lakhs അടുത്ത് ട്രാൻസാക്ഷൻസ് നടത്തിയിട്ടുണ്ട്. അതിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഏത് ഡേറ്റിൽ നിങ്ങൾ സെയിൽ ചെയ്തു, ദെൻ ഏത് കമ്പനിയുടെ ഷെയർ ആണ് വാങ്ങിച്ചിരിക്കുന്നത്, ഷോർട്ട് ടൈം ആയിട്ടാണോ, എത്ര ക്വാണ്ടിറ്റി ഉണ്ട്, എത്ര പ്രൈസിനാണ് വിറ്റിരിക്കുന്നത്, അതിൻ്റെ കൺസിഡറേഷൻ എത്രയാണ്, വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് എല്ലാം അറിയാം എന്നത് ഇത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ദെൻ ക്യാഷ് ഡെപ്പോസിറ്റുകൾ, നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിങ്ങൾ നടത്തിയിട്ടുള്ള ക്യാഷ് ഡെപ്പോസിറ്റുകൾ കാണാനായിട്ട് സാധിക്കും. ടോട്ടൽ 27 lakhs അടുത്ത് ഡെപ്പോസിറ്റ്സ് നടത്തിയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. ഓരോ ബാങ്ക് അക്കൗണ്ടിലും നിങ്ങൾ നടത്തിയിട്ടുള്ള ക്യാഷ് ഡെപ്പോസിറ്റ്, ഫെഡറൽ ബാങ്കിൽ ഇത്ര നടത്തിയിട്ടുണ്ട്, ICIC ബാങ്കിൽ ഇത്ര നടത്തിയിട്ടുണ്ട്, ഏത് അക്കൗണ്ടിലാണ്, ഏത് ഡേറ്റിലാണ് എന്നൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. ക്യാഷ് വിഡ്രോവൽ, നിങ്ങൾ നടത്തിയിട്ടുള്ള ക്യാഷ് വിഡ്രോവലിൻ്റെ ഡീറ്റെയിൽസുകൾ, 19 lakhs ഒരു ബാങ്കിൽ നിന്നും, ദെൻ 15 lakhs മറ്റൊരു ബാങ്കിൽ നിന്നും ക്യാഷ് വിഡ്രോവലുകൾ നടത്തിയിട്ടുണ്ട്. ദെൻ മ്യൂച്വൽ ഫണ്ടുകൾ നിങ്ങൾ വാങ്ങിച്ചിരിക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ്, ദെൻ 31 lakhs അടുത്താണ് നമ്മൾ മ്യൂച്വൽ ഫണ്ട് വാങ്ങിച്ചിരിക്കുന്നത്. ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു പേയ്മെൻറ്റ് ഓഫ് ടാക്സസ്, നിങ്ങൾ നടത്തിയിട്ടുള്ള സെൽഫ് അസസ്മെൻറ്റ് ടാക്സ്, അങ്ങനെയുള്ള ടാക്സ് പേയ്മെൻറ്റുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഇത്രയും വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. നമ്മൾ മുൻപ് കണ്ടത് AIS ആണ്. നമുക്ക് ടാക്സ് ഇൻഫർമേഷൻ സമ്മറി TIS സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യാം. വളരെ ഒരു സമ്മറൈസ്ഡ് ഫോമാണ് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫോമായിട്ട് തോന്നുന്നു. കാരണം നമ്മൾ മുൻപ് AIS കണ്ട എല്ലാ ഇൻഫർമേഷൻസിൻ്റെയും ഒരു ബേഡ്സ് ഐ വ്യൂ, വളരെ സംഗ്രഹമായിട്ടുള്ള ഒരു രൂപമാണ്, വളരെ സമ്മറൈസ്ഡ് ആയിട്ടുള്ള ഒരു രൂപമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും ഇത് യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ ഡിവിഡൻറ്റിൻ്റെ ടോട്ടൽ എത്രയാണ്, നിങ്ങൾക്ക് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ടോട്ടൽ ഇൻട്രസ്റ്റ് എത്ര കിട്ടിയിട്ടുണ്ട്, ഡെപ്പോസിറ്റിൽ നിന്നും എത്ര കിട്ടിയിട്ടുണ്ട്, സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ഷെയർ ട്രേഡിംഗ് ട്രാൻസാക്ഷൻസ് സെയിൽ എത്ര നടത്തിയിട്ടുണ്ട്, ഓഫ് മാർക്കറ്റ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് ഉണ്ട്, ദെൻ ബിസിനസ് റെസീറ്റ്സ്, നിങ്ങൾക്ക് നമ്മൾ മുൻപ് കമ്മീഷൻ ലഭിച്ചതിനെ പറ്റി പറഞ്ഞിരുന്നു, അപ്പോൾ കമ്മീഷൻ ഇത്ര ഇൻകം വന്നിട്ടുണ്ട്, ക്യാഷ് ഡെപ്പോസിറ്റിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്, ക്യാഷ് വിഡ്രോവലിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്, ദെൻ ഫോറിൻ കറൻസി ടോട്ടൽ എത്ര വന്നിട്ടുണ്ട്, ദെൻ പർച്ചേസ് ഓഫ് സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട്. ദെൻ ഇതിൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള, കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു രൂപം നമുക്ക് അവിടെ താഴെ TISൻ്റെ താഴെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് AIS ഇൻഫർമേഷൻസ് എടുക്കുക എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ മുൻപ് പറഞ്ഞതുപോലെ നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും നിങ്ങൾ AIS കൺസിഡർ ചെയ്തതിന് ശേഷം മാത്രം റിട്ടേൺ ഫയൽ ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. നമ്മൾ ഈ ഡിസ്കസ് ചെയ്തതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ചാനലിന്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതിലേക്ക് മെസ്സേജ് അയക്കാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.